ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശങ്ങളെ ഏകീകരിച്ചുകൊണ്ട് വിശാലമായൊരു രാജ്യമുണ്ടാക്കാനായിട്ടുള്ള ഹിറ്റ്ലറിന്റെ ശ്രമമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ആദ്യം ജർമ്മനി ഓസ്ട്രിയയെ കീഴടക്കുന്നു, ചെക്കോസ്ലോവാക്യയിലെ വലിയൊരു പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഫ്രാൻസിനെ അടക്കം ആക്രമിച്ച് തോൽപ്പിക്കുന്നുണ്ട് ജർമ്മനി. പിന്നീട് പോളണ്ടിനെ ആക്രമിക്കുമ്പോഴാണ് അതൊരു വലിയ മഹായുദ്ധത്തിലേക്ക് നയിക്കുന്നതും ലോകത്തെ നടുക്കിയ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭയാനകമായ ലോകയുദ്ധത്തിന് കാരണമാവുകയൊക്കെ ചെയ്യുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും ഒപ്പം ഉത്തര കൊറിയൻ ഭരണാധികാരിയുടെ സ്റ്റേറ്റ്മെന്റുകളും ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 70ഓളം രാജ്യങ്ങൾ പല സമയങ്ങളിലായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ പല യുദ്ധങ്ങളിലാണ് ഏർപ്പെട്ടത്. ജപ്പാൻ ചൈനയെ ആക്രമിക്കുന്നതിന് തിരക്കിലായിരുന്നെങ്കിൽ ഇറ്റലിയും അതേ സമയത്ത് തന്നെ അവരുടെ അടുത്തുള്ള രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുന്ന ശ്രമത്തിലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കൂടി ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്ന് വെച്ചാൽ ഗ്രീൻലാൻഡിനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, അമേരിക്കയുടെ ഭാഗമായില്ല എന്നുണ്ടെങ്കിൽ റഷ്യയും ചൈനയും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും. നമുക്ക് നാച്ചുറൽ റിസോഴ്സസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല, സുരക്ഷയാണ് പ്രധാനം. അമേരിക്കയ്ക്ക് ഇതൊക്കെ ആവശ്യം പോലെ ഉണ്ട്. പക്ഷേ ഗ്രീൻലാൻഡ് ഇങ്ങനെ ഡെൻമാർക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. ചൈനയും റഷ്യയും ചേർന്ന് അല്ലെങ്കിൽ അത് പിടിച്ചെടുത്ത് കളയും. അതിനു മുന്നേ അതിനെ അമേരിക്കയുടെ ഭാഗമാക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. കിങ്ഡം ഓഫ് ഡെൻമാർക്കിന്റെ ഭാഗമാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഭൂപ്രദേശം. വലിയൊരു ഭൂപ്രദേശമാണ്. സോ ഇവിടെ കുറെ നാളായിട്ട് ട്രംപ് നോട്ടമിട്ടിരിക്കുകയാണ്. വെനസ്വേലയിൽ ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് ഒരു അധിനിവേശം തന്നെയാണ്. വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടിയിട്ട് അമേരിക്കയുടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആ പ്രദേശത്തെ നിയന്ത്രിക്കാനോ തന്നെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. സമാനമായ രീതിയിൽ ഒരുപാട് രാജ്യങ്ങളെ പിടിച്ചെടുക്കാനുള്ള മോഹമൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കുക, മെക്സിക്കോയെ 52ാമത്തെ സ്റ്റേറ്റ് ആക്കുക, ക്യൂബയെ പിടിച്ചെടുക്കുക, പനാമ പിടിച്ചെടുക്കുക, വെനസ്വേല പിടിച്ചെടുക്കുക, ഇങ്ങനെ പല പല ആഗ്രഹങ്ങളാണ് ട്രംപിനുള്ളത്. കൊളംബിയ പിടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഒരു വശത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കാതെ അത് നീണ്ടുപോവാണ്. എപ്പോൾ വേണമെങ്കിലും യൂറോപ്പും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് അത് മാറാം. ഇതേ സമയത്താണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു നീക്കവും കൂടി നടക്കുന്നത്. ട്രംപിന്റെ വാക്കുകളെല്ലാം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളാണ് ട്രംപ് പറയുന്നത്. സോ ഈ സ്ഥിതിക്ക് ലോകം അടുത്തൊരു മഹായുദ്ധത്തിലേക്ക് പോയിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടാം ലോക മഹായുദ്ധം 1939 തുടങ്ങി 45 വരെ നീണ്ടു നിന്നു. 39 തുടങ്ങിയത് എങ്കിലും അതിനു മുമ്പ് തന്നെ ജർമ്മനി പല ചെറിയ പ്രദേശങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ ആക്രമിച്ച് തുടങ്ങിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ നമുക്ക് നിസ്സാരമായിട്ട് എഴുതി തള്ളാൻ പറ്റില്ല. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇസ്രായേൽ ഇറാന് വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ ഇറാൻ ഇഷ്യൂസ് നിൽക്കുന്നു, അമേരിക്കയുടെ ഇടപെടലുകൾ ശക്തമാവുന്നു. ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ, ബ്രസീലിനെ അമേരിക്ക ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റിനെയും ഇപ്പോൾ വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയ രീതിയിൽ പിടിച്ചുകൊണ്ടു പോകണമെന്നൊക്കെയുള്ള ആഗ്രഹം ട്രംപിനുണ്ട്. അപ്പോൾ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ലോകത്തുണ്ടാക്കാൻ ഇടയുള്ള ഒരു സാഹചര്യമാണ്. ആധുനിക കാലത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മീശയില്ലാത്ത ഹിറ്റ്ലറാണ് ട്രംപ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ നടപടികളും. ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. 21ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന, കഴിഞ്ഞ നൂറ്റാണ്ടിനെ അപേക്ഷിച്ചുണ്ടായിരുന്ന ഒരു സമാധാനത്തിന് വിലങ്ങുതടിയായിട്ട് മാറുകയാണ് മീശയില്ലാത്ത ഹിറ്റ്ലറായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നത് പറയാതെ വയ്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.